എറണാകുളം ജില്ലയിൽ നവകേരള സദസ്സ് മാറ്റിവെച്ചിരിക്കുന്നു. ആ സദസ്സ് ഇന്നും നാളെയും നടക്കും. തൃക്കാക്കര, പിറവം മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ പരിപാടി. പുതിയ മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. പുതുവത്സര പുലരിയിൽ അതും സാധ്യതയാണോന്നറിയില്ല. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. ശ്രീകാന്ത്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് അഗെയിൻ SKN. നവകേരള സദസ്സാണ് എറണാകുളം ജില്ലയിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഈ പുതുവത്സരത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പരിപാടി. അതിനുവേണ്ടി മന്ത്രിമാരും മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എല്ലാം തന്നെ എറണാകുളത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഗസ്റ്റ് ഹൗസിലുണ്ട്. അവിടെ മന്ത്രിമാരുടെ വലിയ പട തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഇന്നലെ വന്ന മുഖ്യമന്ത്രി കൂടി എത്തിച്ചേരും. അദ്ദേഹത്തിന് ഇന്ന് രാവിലെ 10:30 ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ പരിപാടിയുണ്ട്. അതിനുശേഷം വിവിധയിടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വൈകിട്ട് 3 മണിക്കാണ് നവകേരള സദസ്സ് നടക്കാൻ പോകുന്നത്. കാക്കനാടാണ് ആദ്യത്തെ പരിപാടി. തൃക്കാക്കര നിയോജക മണ്ഡലത്തിൻ്റെ പരിപാടിയാണ് കാക്കനാട് നടക്കുന്നത്. രണ്ടാമത്തെ പരിപാടി പിറവത്താണ്, KSRTC മൈതാനത്ത്. KSRTC മൈതാനത്ത് നടക്കുന്ന പരിപാടി പിറവം നിയോജക മണ്ഡലത്തിൻ്റേത് കൂടിയാണ്. ഈ പരിപാടി, ഈ നവകേരള സദസ്സ് ഇപ്പോൾ നടക്കാനുണ്ടായ കാരണം നമുക്ക് ഏവർക്കും അറിയാം. CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചതിന് ശേഷം ആ ഒരു ഘട്ടത്തിൽ 2 ദിവസത്തെ യാത്ര എറണാകുളത്ത് മാറ്റിവെച്ചിരുന്നു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് മാറ്റിവെച്ചത്. ആ യാത്രയാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത, പുതിയ 2 മന്ത്രിമാർ കൂടി ഈ മന്ത്രിസഭയുടെ ഭാഗമായ ശേഷമുള്ള നവകേരള സദസ്സ് എന്നുള്ളതാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും ഒക്കെ വർദ്ധിത വീര്യത്തോടെ വകുപ്പുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ്. അവർ പല മാറ്റങ്ങൾ തങ്ങളുടെ വകുപ്പുകളിൽ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി അവരെത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, ബോംബ് ഭീഷണിയാണ്. നവകേരള സദസ്സിൽ ബോംബ് വയ്ക്കും എന്നൊരു ഭീഷണി കഴിഞ്ഞ ദിവസം പോലീസിന് കിട്ടിയിരുന്ന പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ എറണാകുളത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലാതെ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. ആ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 3-നാണ് പരിപാടി. അതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ വിവിധ പരിപാടികളും ജില്ലയിൽ നടക്കും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.